ദിവ്യകാരുണ്യത്തിന് ഈ ഉടമ്പടി കാലമില്ലേ, ഉടമ്പടി കാലം ദൈവം നിൻ്റെ കൂടെ ഏറ്റവും അടുത്ത് വരുന്ന സമയമാണ്. ഇപ്പം ചന്ദ്രയാനിലൊക്കെ നമ്മൾ 99% വിജയിച്ചെന്ന് ഞാൻ പറയത്തുള്ളൂ. ശാസ്ത്രജ്ഞന്മാർ പറയണത് 95% വിജയിച്ചെന്നാണ്. എനിക്ക് അത് ഫോളോ ചെയ്തപ്പോൾ തോന്നിയത് 99% വിജയിച്ചെന്നാണ്. കാര്യം നമ്മളവിടെ എത്തി, നമ്മുടെ ലാഡറ് ചന്ദ്രനിൽ ഇറങ്ങി, ക്രാഷ് ഓർ സോഫ്റ്റ്, അതിപ്പോൾ അടുത്ത ട്രയൽ ആൻഡ് എററിൽ നമ്മളത് മെയ്ഡപ്പ് ചെയ്യും. ചന്ദ്രൻ്റെ ദിശ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ചില സമയത്ത്. ഇപ്പം ചന്ദ്രൻ അടുത്ത് വരുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ 4 ലക്ഷത്തി ചില്ലാനം കിലോമീറ്റർ അകലെ പോണ ഒരു 3,75,000 കിലോമീറ്റർ അടുത്ത് വരുന്ന സമയമുണ്ട്. അപ്പോൾ ഈ ഇതുപോലെ തന്നെയാണ് ദൈവവും നമ്മളും തമ്മിൽ. ഉടമ്പടി കാലത്ത് ദൈവം നമ്മുടെ അടുത്ത് വരുന്നൊരു കാലമാണ്. ഉടമ്പടി കാലം എന്ന് പറയുന്നത് എന്താണ്? ദൈവം നമ്മുടെ അടുത്ത് വരുന്നൊരു കാലമാണ്. ഈ അടുത്ത് വരുന്ന കാലത്താണ് മക്കൾ ബൈബിള് വായിക്കുകയും കുറച്ചു നേരം കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യേണ്ടത്. ഈ കാലത്ത് ബൈബിള് മറ്റു കാലങ്ങളെക്കാൾ നന്നായിട്ട് മനസ്സിലാകും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇക്കാലങ്ങളിൽ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ മുമ്പത്തെ കാലത്തേക്കാൾ ബൈബിള് നന്നായിട്ട് മനസ്സിലാകുകയും ദൈവം അതിലൂടെ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. ഇപ്പം എന്നാ പറയണത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരു വിശ്വാസി തിരിച്ച് കർത്താവിൻ്റെ അടുത്ത് ആ വിശ്വാസം അർപ്പിക്കണ ഭാഗമാണ് യോഹന്നാൻ 11:22. എന്താണ്? കർത്താവേ, നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. ബർത്തിമേവുസിനെ അറിയത്തില്ല. ബർത്തിമേവുസിനെ അറിയത്തില്ല. അതുകൊണ്ട് അവനോട് നീ ചോദിക്കേണ്ടി വന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്. മാർത്ത ബർത്തിമേവുസിനേക്കാൾ ഉയർന്ന വിശ്വാസിയാണ്. മാർത്ത 2 അന്ധന്മാരെക്കാൾ ഉയർന്ന വിശ്വാസിയാണ്. അവിടെ 2 കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കുകയാണ്. ശരീരത്തിൻ്റെ മാത്രമല്ല, ആത്മാവിൻ്റെ കണ്ണും തുറന്ന ആളാണ് മാർത്ത. മാർത്ത പറഞ്ഞു, കർത്താവേ, ബർത്തിമേവുസിനെ പോലെയല്ല ഞാൻ. നീ ജെറിക്കോയിൽ കണ്ടുമുട്ടിയ അന്ധന്മാരെ പോലെയല്ല. ഐ നോ ഹൂ യു ആർ. എനിക്കറിയാം നീ ആരാണെന്ന്. നീ ദൈവത്തോട് ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ അറിവിനേക്കാൾ വലിയൊരു അറിവുണ്ട് മാർത്ത. എന്താണ്? ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പം നിത്യജീവൻ വരെ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് യോഹന്നാൻ പറയണത്. ഏക സത്യദൈവമായ നിന്നെയും നീ യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവനെന്ന് യോഹന്നാൻ 17:3 പറയുമ്പോൾ അത് തന്നെയാണ് യോഹന്നാൻ 11:25. ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഞാനാണ് ജീവനും പുനരുത്ഥാനം. നമ്മുടെ നിത്യജീവൻ വരെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത്ഭുതങ്ങൾ, എല്ലാ അടയാളങ്ങളും നിന്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിന്റെ എൻ്റെയും മുമ്പിലുള്ള വാട്ട് ഇസ് ദ ഓപ്ഷൻ? പെർസിസ്റ്റ്. എന്ത് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുന്നത്? കർത്താവിനെ അറിയുക. പ്രാർത്ഥനയിലൂടെ ആയാലും, വചനവായനയിലൂടെ ആയാലും, ഉപവാസത്തിലൂടെ ആയാലും, കാരുണ്യ പ്രവൃത്തികളിലൂടെ ആയാലും, യു മസ്റ്റ് നോ ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ കർത്താവിനെ അറിയുന്നു. അറിവിൻ്റെ അനുപാതികത്തിലാണ് നമുക്ക് അനുഭവം ലഭിക്കാനിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ വസന്തകാലമാണ് ഉടമ്പടിക്കാലം. കൈയടിച്ച് കർത്താവ് ഞങ്ങളുടെ ഉടമ്പടിയിലിരിക്കുന്ന അവസ്ഥയെ ഉടമ്പടി കാലത്തെ കർത്താവിന് സമർപ്പിക്കുന്നു. ഞങ്ങൾ സഭയിലെ എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവെ അഭിഷേകം ചെയ്യണമേ. നിത്യജലസിന്റെ അഭിഷേകം. രോഗാതുരമായ സ്ഥലങ്ങളിലെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
PCOD രോഗിക്കാരെ, അൾസസ് രോഗികളെല്ലാം കർത്താവിൽ നിന്ന് സുഖപ്പെടുത്തിയ വലിയ സാക്ഷ്യം നമ്മൾ കേട്ടു. അതെല്ലാം ഉദരരോഗങ്ങളാണ്. ഉദരരോഗമുള്ളവർ, PCOD, അതുപോലെ തന്നെ ഫിഷർ രോഗങ്ങൾ, അൾസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങളൊക്കെ ഉള്ളവർ അടിവയറ്റിൽ കൈകൾ വയ്ക്കുക. അടിവയറ്റിൽ നിൻ്റെ കൈകൾ ഇപ്പം കർത്താവിൻ്റെ കൈകളായി മാറുകയാണ്. നിൻ്റെ വിശ്വാസത്തിലൊന്ന് ഓർത്ത് വേണം. നിൻ്റെ കൈകൾ ഇപ്പം നിൻ്റെ കൈകളല്ല, അത് വിശ്വാസത്തിൽ വെക്കുമ്പോൾ അത് കർത്താവിൻ്റെ കൈകളാണ്. നിൻ്റെ നെഞ്ചിൽ കൈകൾ വെക്കാം. ശ്വാസകോശ രോഗികൾ, വലിവ് രോഗികൾ, ആസ്മ രോഗികൾ, കരൾ രോഗികൾ, ഹൃദയ രോഗികൾ, കർത്താവിൻ്റെ നാമത്തിൽ നെഞ്ചിൽ കൈകൾ വെക്കുക. നിൻ്റെ കഴുത്തിൽ കൈവെക്കാം. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, കഴുത്തിൽ കൈവെക്കുക. സ്പൊണ്ടിലോസിസ് രോഗികൾ കഴുത്തിൽ കൈകൾ വെക്കുക. ശിരസിന് വേദനയുള്ളവർ ചെന്നിൽ കൈകൾ വെക്കുക. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ ശിരസിൽ കൈവെക്കുക. നടുവേദനക്കാര് നടുവിൽ കൈവെക്കുക. കിഡ്നി വേദനക്കാര് പിറകിലെ നടുവലിൻ്റെ മുകളിലെ സൈഡിലായിട്ട് കൈവെക്കുക. വിസർപ്പ് ത്വക്ക് രോഗികളുണ്ട്, വിസർപ്പ് രോഗികളുണ്ട്. അവർ കൈകളെ ശരീരത്തിൽ വെക്കുക. പ്രഖ്യാപിക്കുക, കർത്താവേ, വിശ്വാസത്താൽ എൻ്റെ കൈകളെ നിന്റെ കൈകളായി ഞാൻ മാറ്റുന്നു. എൻ്റെ ശരീരത്തിലുള്ള ആന്തരികവും ബാഹ്യവുമായ സർവ്വരോഗങ്ങളുടെ മേലും കർത്താവേ, നിന്റെ അധികാരം, ജീവന്റെ അധികാരം ഞാൻ പ്രഖ്യാപിക്കുന്ന യേശുനാമത്തില്, യേശുനാമത്തില്, യേശുനാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out His Spirit, the fire finger, soak with the precious blood. I command you, in the name of Jesus Christ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കയ്യിലെടുക്കുക. വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മക്കൾ ഇല്ലാത്തവര്, സ്ഥലം വിറ്റുമാറാത്തവര്, സാമ്പത്തിക ബാധ്യതയുള്ളവര്, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വരുമാന മാർഗമില്ലാത്തവർ, കുടുംബകലഹങ്ങൾ, കോടതി കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, ഭാഗ ഉടമ്പടി നടക്കാത്തവർ, ടെസ്റ്റ് എഴുതുന്നവർ, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, ഡേറ്റ് ഇട്ടിരിക്കുന്നവർ, അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശക്തമായി ശ്രുതികട. ഹല്ലേലൂയ. Lord Jesus Christ, കർത്താവേ, 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 അങ്ങനെ മക്കളെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ, വിശുദ്ധമായ രക്തത്താൽ തളിക്കണമേ കർത്താവേ. ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോയവന്, സാമ്പത്തിക ബാധ്യതകളാല് വിഷമിക്കുന്നവന്, അപമാന ഭാരത്താല്
പേടിക്കുന്നവരെ കർത്താവിന്റെ ശക്തി നിറയട്ടെ. ഭയമുള്ളവരെ, മനുഷ്യരുടെ മുമ്പിൽ അപമാനം വന്നു പോകുമോ എന്നോർത്ത് ഭയക്കപ്പെടുന്നത്. ബൈബിളിൽ അങ്ങനെ കുറേ ആൾക്കാരെ കർത്താവ് അവരുടെ കണ്ണുനീര് വളരെ ഗൗരവതരമായി കാണുന്നുണ്ട്. എലിസബത്ത് വരെ പറയണത് മനുഷ്യരുടെ മുമ്പിലുള്ള അപമാനം കർത്താവ് നീക്കി തന്നുവെന്നാണ്. മനുഷ്യരുടെ മുമ്പിൽ അപമാനപ്പെട്ട് ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. നാട് വിട്ടുപോയി പാർക്കാനുള്ള ത്രാണിയുമില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വേറെ ഒരു മാർഗവുമില്ല. കർത്താവ് ഈ അപമാനത്തെ മാറ്റിയേ പറ്റത്തുള്ളൂ. ശ്രുതികട ഹല്ലേലൂയ. Lord Jesus, pour out His Spirit. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കൾ ദുർനടപ്പിൽ അകപ്പെട്ടിരിക്കുന്നവരെ, അതിൻ്റെ പേരിൽ വിവാഹം താമസിക്കുന്നവരെ, വന്ന വിവാഹം നഷ്ടപ്പെട്ടു പോകുന്നവരെ, എന്തിനെന്നറിയാൻ പാടില്ലാതെ കുഴങ്ങുന്നവരുടെ മേൽ കർത്താവിൻ്റെ ശക്തി ലഭിക്കട്ടെ. മക്കളുടെ മേൽ കർത്താവിൻ്റെ തിരുരക്തം തളിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഒരു വരുമാന മാർഗം തിരക്കുന്നവരെ, അന്വേഷിക്കുന്നവരെ, ചില ഡേറ്റുകളൊക്കെ ചിലരോട് ഓഫർ ചെയ്തിട്ട് ആ ഡേറ്റ് നടക്കുമോ ഇല്ലെന്നറിയാൻ പാടില്ലാതെ മനസ്സ് തേകണവരെ, ഉറക്കമില്ലാത്തവരെ, ജീവിതത്തിൻ്റെ പല കാര്യങ്ങളെ ഓർത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഉറക്കമില്ലാത്തവരെ, അമ്മ മാതാവേ ഇന്ന് മക്കളെ സന്ദർശിക്കണമേ. രാത്രിയിൽ സ്തുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കയ്യിലെ കുരുക്കള്, നീര് രോഗങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കർത്താവിൻ്റെ ദർശന സന്ദേശമേ പറയണത് കയ്യിലെ കുരുക്കള് നീര് രോഗങ്ങളൊക്കെ മാറുന്ന സന്ദേശമുണ്ട്. അതുപോലെ തന്നെ എന്തോ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്, അത് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കണം. ശ്രുതിയുടെ ഹല്ലേലൂയ. കണ്ണുകളെ കർത്താവ് സുഖപ്പെടുത്തുന്ന കണ്ണുകളുടെ തടിപ്പ്, കണ്ണുകളുടെ പോളൊക്കെ തടിപ്പ് കൂടുന്നു, അകത്ത് ചുവപ്പ് നിറം കൂടുന്നു, കരികരിപ്പ് കൂടുന്നു, കണ്ണുകളുടെ മൃദുത്വം നഷ്ടപ്പെടുന്ന കണ്ണുകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. മക്കളില്ലാത്തവർ, ലൈംഗിക ശേഷിയില്ലാത്തവരെ, അവരെ കർത്താവ് ശക്തിപ്പെടുത്തുന്ന, കർത്താവ് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്ന. സ്തുതിയുടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂത്രാശയം വീർക്കുന്ന രോഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്രാശയം നമ്മൾ മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ ചുരുങ്ങേണ്ടതാണ്, പക്ഷെ ചുരുങ്ങത്തില്ല. നിറയെ മൂത്രമുള്ളപ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ മൂത്രാശയത്തിൻ്റെ ഇരിപ്പ്, അതിൻ്റെ ചുരുങ്ങൽ ശേഷി കുറഞ്ഞിരിക്കുന്നു. ആ മൂത്രാശയത്തെ കർത്താവ് സ്പർശിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. കൈകളുടെ അസ്ഥിക്കുഴകളുടെ സ്വാധീനം പോയിട്ട് മടക്കാനോ തിരിക്കാനോ പറ്റണില്ല, അവിടെ സ്റ്റിഫായിട്ടിരിക്കുന്നു. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കാണ് സൗഖ്യം. നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ.
യാത്രകളെ സമർപ്പിക്കുക. ഇൻ്റർവ്യൂ, ടെസ്റ്റ്, ഉദ്യോഗം, സ്ഥലം മാറ്റം, യാത്രകളെ സമർപ്പിക്കുക. സ്തുതിയുടെ ഹല്ലേലൂയ. വിശ്വാസ പ്രമാണം ചെയ്യട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit. The fire fingers soak with the precision. I cast this son of cause from me. By God the Father Almighty, who made a covenant and earth in the country, and may bless him, bringing health and freedom and peace and family. And the duty to get the church with the power of Jesus Christ. With the merit of some holy priesthood, bless and hallow this relics. I bless and hallow this relics. Those who should have grace and peace and power. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവത്തിൽ സല്ലോട്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാം മുട്ടമില്ലെന്ന് പ്രാർത്ഥിക്കട്ടെ. അവരുടെ നിയോഗങ്ങൾ ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോകുകയാണ്. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവം, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, കൃപാസനം ഏകദിന ഉപവാസ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും അവരുടെ നിയോഗങ്ങളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എഴുന്നള്ളി വരുന്നു. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. Praise the Lord. എൻ്റെ പേര് അഞ്ജു. എൻ്റെ വീട് കോട്ടയത്താണ്. എന്നെ കെട്ടിച്ചേക്കുന്നത് കണ്ണൂരാണ്. ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മ മാതാവിന് വേണ്ടി ഈശോയ്ക്ക് 1000 നന്ദിയുണ്ട്. കാരണം ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നത് ജൂൺ 2023 അന്ന് ഞാൻ കുവൈറ്റിൽ നിന്ന് 3 ദിവസത്തെ ലീവിന് വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ കുവൈറ്റിൽ വെച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒരുമിച്ച് നിൽക്കാനാണ് ഞങ്ങൾ കുവൈറ്റിൽ പോയത്. പക്ഷേ ഇവിടെ ഫാമിലി വിസയ്ക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നോക്കി ഞങ്ങൾക്ക് കുവൈറ്റി എഴുതാം. ഞാനപ്പോൾ നോക്കി ഉടമ്പടി എടുക്കുമ്പം എല്ലാവരും കാശ് രൂപവും ഉപ്പും ഉപയോഗിച്ച് അമ്മാവൻ അനുഗ്രഹം നേടുന്നതെന്ന് കണ്ടപ്പം ഒത്തിരി സാക്ഷ്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ 3 ദിവസത്തെ അവധിക്ക് ഞങ്ങൾ ഒന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ ഓർത്തോക്കി ഉടമ്പടി എടുത്തല്ലോ, ഇനി എല്ലാം ആയി, എല്ലാം മാതാവ് നോക്കിക്കോളൂ എന്ന് വിചാരിച്ച് ഞാൻ നവംബറിൽ ഡേറ്റ് എടുത്തു. എക്സാം നവംബർ 11 എക്സാം. പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ടും പഠിച്ചായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല എക്സാമിനൊന്നും. എൻ്റെ സാറന്മാർ വരെ പറയുമായിരുന്നു, അഞ്ജു നീ, കാരണം കുവൈറ്റ് ടൈമും ഇന്ത്യൻ ടൈമും വ്യത്യാസം ആയതുകൊണ്ട് അവർ പറഞ്ഞു നീ എന്തിന് ഇത്രയും കഷ്ടപ്പെടുന്നത്, നീ എന്നാളും ജയിക്കും, ഉറപ്പായിട്ടും പാസ്സാവും എന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എൻ്റെ മെറിറ്റായിരുന്നു ഞാൻ കൂടുതലും നോക്കിയത്. മാതാവിൻ്റെ ഗ്രേസ് ഞാൻ കാണാൻ പറ്റിയില്ല എനിക്ക് ആ സമയത്ത്. എന്നിട്ട് ഞാൻ എക്സാം എഴുതി. അന്നേരം എനിക്ക് ക്ലബിംഗ് സ്കോർ ആയിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അത്രയും പഠിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ടും 3B പ്രതീക്ഷിച്ച് തന്നെ പോയി എക്സാം എഴുതിയതാണ്. ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വെച്ചാൽ ഞാൻ ഇനി എക്സാം എഴുതുന്നില്ല, നമുക്കിത് വേണ്ട, ഇനിയുള്ള കെയർ വിസയ്ക്ക് നോക്കാം, എനിക്കിനി ഒയിറ്റ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ചേട്ടായി പറഞ്ഞു ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ്, നീ ഇതുകൂടെ നോക്ക്, ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ചേട്ടായി എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് തന്നു ജനുവരിയിൽ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒന്നും ഞാൻ പഠിച്ചില്ല. ലിസണിങ്ങിന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ ശരിക്കും സാക്ഷ്യം മാത്രമേ കേട്ടിട്ടുള്ളൂ. ലിസണിങ്ങിന്, റീഡിങ്ങിന് ഞാൻ ബൈബിൾ വായിച്ചു, റൈറ്റിങ്ങിന് വേണ്ടി ഞാൻ വചനങ്ങൾ എഴുതി, സ്പീക്കിങ്ങിന് വേണ്ടി ഞാൻ ഓരോന്നും മാതാവിന് മാത്രം സമർപ്പിച്ച് എനിക്ക് പറ്റുന്നവരോടൊക്കെ മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയാണോ എൻ്റെ ജനുവരിയിൽ എക്സാം എഴുതിയത്. ഞാൻ വായിച്ച് പ്രാർത്ഥിച്ച മാതാവേ, ഞാൻ ഏത് സ്ഥലം വേണമെന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഇതില്ല, മാതാവ് പറയണം ഏത് സ്ഥലത്തോട്ട് ഞാൻ പോകണമെന്ന്. കാരണം എനിക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു മെറിറ്റും ഇല്ല. ഈ ഒരു എക്സാം ഫുള്ളായിട്ട് മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. കാരണം എൻ്റെ കഴിവൊന്നുമില്ല. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ച് എൻ്റെ പെൻസിലേലും എൻ്റെ ആൻസർ ഷീറ്റിലും മുഴുവൻ ഉപ്പും തൈലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ കൂടെ എൻ്റെ കൊളീഗ്സ് ഉണ്ടായിരുന്നു എക്സാം എഴുതാൻ, അവർക്ക് ഞാൻ തൈലവും ഉപ്പും എല്ലാം കൊടുത്തു.
എനിക്ക് എന്തോ ഒരു ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എക്സാം പാസ്സാവും. പക്ഷെ എന്നാലും ചെറിയ എന്തോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ പഠിച്ചില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും എന്നൊരു ചെറിയൊരു തോന്നലും ഉണ്ടായിരുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. എൻ്റെ എൻ്റെ 2 വീട്ടിലാണല്ലോ ഒത്തിരി പേര് എല്ലാവരും പ്രാർത്ഥിച്ചു. എന്നിട്ട് എക്സാമിന് റിസൾട്ട് വന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ഫാമിലി ഫുൾ അയർലൻഡിലാണ്. അപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ടതും അയർലൻഡിലാണ്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്തോട്ട് പോകാനാണോ നിന്നെ വിളിക്കുന്ന ഈ എക്സാമിന്, എനിക്കറിയത്തില്ല, നിൻ്റെ തീരുമാനം എന്നാണോ അതാണ്, അത് ഏത് സ്ഥലമാണ് ഞാൻ ചൂസ് ചെയ്തോളാം, കിട്ടുമോ ഇല്ലെന്നുള്ളതെല്ലാം അമ്മയുടെ കയ്യിലാണെന്ന് പറഞ്ഞു. കറക്റ്റ് എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് അയർലൻഡ് സ്കോറാണ് 3 Bയും 1 C+. എൻ്റെ ലിസണിങ്ങിന് എനിക്ക് 420 മാർക്കുണ്ട്. കാരണം ഞാൻ ഓഡിയോ കേട്ട് എക്സാം എഴുതി എനിക്കറിയത്തില്ല ശരിക്കും. ഞാൻ സാക്ഷികൾ മാത്രമേ എൻ്റെ ലിസണിങ്ങിൽ ഞാൻ പഠിച്ചിട്ടുള്ളൂ. റീഡിങ്ങിലാണെങ്കിൽ ഞാൻ ബൈബിൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഞാൻ B പാട്ട് C പാട്ടൊന്നും ഞാൻ ചെയ്തിട്ട് പോലും ഇല്ല. A പാട്ട് മാത്രമേ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. എന്നിട്ട് അതിന് ശേഷം ഞാൻ പിന്നെ വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ DL വെച്ചു. അയർലൻഡിൽ പോകുന്ന നമുക്ക് DL വേണം. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഒത്തിരി ഡിലേ ആവും, പേപ്പർ വർക്ക്സൊക്കെ ഭയങ്കര താമസമാണ്, 6 to 7 months ഒക്കെ എടുക്കും, ഇപ്പോഴും പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഓരോ പേപ്പറിലും സബ്മിറ്റ് ചെയ്യുമ്പോഴും മാതാവിൻ്റെ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ഒത്തിരി പ്രാർത്ഥനയോടെയും ഒത്തിരി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ DL വെച്ചു. 17 ദിവസം മാത്രമേ എടുത്തുള്ളൂ DL വരാനായിട്ട്. 17 ദിവസം കൊണ്ട് DL വന്നു. അതിനുശേഷം ഞാൻ കുവൈറ്റിൽ തന്നെ വർക്ക് ചെയ്തു. കാരണം ഇൻ്റർവ്യൂസൊക്കെ ഇച്ചിരി ഡിലേ ആയിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. കാരണം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നു വെച്ചാൽ ഞാൻ കൂടുതൽ കൊന്തയില്ലാൻ തുടങ്ങി. ഒരിക്കലും ഞാൻ ഇത്രയും കൊന്ത ചെല്ലിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഞങ്ങൾക്ക് അവിടെ ഒരു കുവൈറ്റിൽ അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട്, കൃപാസനം ഗ്രൂപ്പുണ്ട്. എനിക്ക് കിട്ടുന്ന സാലറിയിൽ വരുമ്പം ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനും എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു. ഞങ്ങൾക്ക് വെള്ളിയാഴ്ച എനിക്ക് ഓഫായിരുന്നു, എല്ലാ ഫ്രൈഡേയ്സും എനിക്ക് ഓഫാണ്. പറ്റുന്ന ഫ്രൈഡേയ്സിലെല്ലാം ഞാൻ ഞങ്ങളുടെ ജപമാലയ്ക്ക് പോകുമായിരുന്നു. കൂടുതൽ നേരം തമ്പുരാനെ കേൾക്കാനും മാതാവിനെ അറിയാൻ ഒത്തിരി നേരം ഞാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷം എനിക്ക് ഡിസംബറിലാണ് എൻ്റെ ഇൻ്റർവ്യൂ വന്നത്. ഡിസംബറിൽ ഇൻ്റർവ്യൂ വന്നു. എന്നിട്ട് ഇൻ്റർവ്യൂ ഞാൻ മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. തൈലം ഞാൻ എൻ്റെ ലാപ്പിൽ എല്ലാത്തിലും തൂത്തു. എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടുമായിരുന്നില്ല. കാരണം എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു, കിട്ടില്ലായിരിക്കും, എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷേ മാതാവിനെ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. എന്നെ ഒത്തിരി പേര് പലർക്കും തളർത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു അമ്മ എന്നെ കൈവിടുകയില്ലെന്ന്. അമ്മ എന്നെ ഇൻ്റർവ്യൂ പാസ്സാക്കി. അവസാനം മാം പറഞ്ഞു, ഞാൻ എത്ര ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു നല്ലതെന്ന്. എനിക്ക് അത്രയും സന്തോഷം. കാരണം അമ്മയാണ് അതിന് എല്ലാത്തിനും കാരണം. അതിനുശേഷം ഞാൻ എൻ്റെ ഓരോ PCCക്കും ഓരോ പേപ്പർ വർക്കുമായിട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ വിസയ്ക്ക് വെച്ചു. എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് കിട്ടുമായിരിക്കും, എല്ലാം പെട്ടെന്നായില്ല, ഇനി പെട്ടെന്ന് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ 1 month അന്ന് എനിക്ക് ഞാൻ അന്ന് രാവിലെ വെബ്സൈറ്റിൽ കയറുന്നത്. എനിക്കൊരു വേറെ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ വെബ്സൈറ്റ് കയറി നോക്കിയിട്ടൊന്നും എനിക്ക് ആവുന്നില്ല. എൻ്റെ വിസ എൻ്റെ നമ്പറേ കാണിക്കുന്നില്ല. ഞാനന്ന് അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി നീ ലൈറ്റ് ക്യാൻഡിൽ ഇട്ട് പെട്ടെന്ന്, നമുക്ക് എന്നുള്ള മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ലൈറ്റ് ക്യാൻഡിൽ ഇട്ടു. ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. എനിക്ക് ബ്രേക്കിന് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പം വിസ അപ്രൂവ്ഡ് എന്ന് കാണിച്ചു. എനിക്കത് അറിയത്തില്ല, എന്തോരം ചെറിയ ആ മൊമെൻറ്റിന് വേണ്ടി എൻ്റെ 2 കുടുംബവും അതിനു വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് ഞാൻ വിസയ്ക്ക് വെച്ചു. വിസ അപ്രൂവായി. ഞാൻ ഈ അടുത്ത ശനിയാഴ്ച അയർലൻഡിന് പോവുകയാണ്. എൻ്റെ സ്ഥലം ഇതുവരെ കൺഫേം ആയില്ല. അതും എൻ്റെ അമ്മ തന്നെ എനിക്ക് ഏറ്റവും നല്ലൊരു സ്ഥലം മാതാവ് തരുന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടൈം വ്യത്യാസമാണെങ്കിൽ പോലും ഇവിടുത്തെ 5:30 ഞാൻ അവിടെ ഏകദേശം ഒരു 2-2:30-3 മണി ആ സമയത്ത് ഞാൻ ഇപ്പോൾ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒരിക്കലും അത് മുടക്കിയിട്ടില്ല. ഇവിടുത്തെ നാട്ടിലെ ടൈം വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പ്രാർത്ഥിക്കാനും ജപമാല എല്ലാനും ബൈബിൾ എന്നോട് ചോദിക്കും, അഞ്ചു നീ എങ്ങനെ ലിസണിങ്ങിനൊക്കെ ഇത്രയും മാർക്ക് മേടിച്ചു, നീ എങ്ങനെ OT പാസ്സായി? എനിക്കതിന് ഒറ്റ ഉത്തരവുള്ളൂ, എൻ്റെ അമ്മ മാതാവ്, വേറെ ഒരു ഉത്തരവും ഇല്ല. ഞാൻ ആദ്യം എനിക്ക് ശരിക്കും കൃപാസനം എന്നൊക്കെ കേട്ടപ്പം പത്രം കൊടുക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു. പക്ഷേ മമ്മി എന്നോട് പറഞ്ഞു, മുത്തേ അഞ്ചു എനിക്കിതിന് പോകണം, എനിക്കും കൃപാസനത്തിൽ പോകണം എന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ മമ്മി പോകുമൊന്നും വേണ്ട, അതൊക്കെ വേറെ എന്തൊക്കെയാണ്, നമുക്കുള്ള പള്ളി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു.
അപ്പം അമ്മ പറഞ്ഞു ഓക്കെ ഓക്കെ മമ്മി ഞങ്ങളായിട്ട് മമ്മിയോട് പറഞ്ഞു വേണ്ടെന്ന്. എന്നിട്ട് അവസാനം എൻ്റെ ഫോണിലോട്ട് തന്നെ മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഈ തോന്നി മാതാവ് എന്നെ വിളിക്കുന്നുണ്ടെന്ന് തോന്നി. അങ്ങനെ ഞാൻ നാട്ടുവതിന് ഉടമ്പടി എടുത്തത്. പിന്നെ എൻ്റെ പ്രേക്ഷകപ്രവർത്തനം ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പറാണ്. ചില സമയത്ത് ചില പേഷ്യൻസൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. പക്ഷേ അവിടെ എല്ലായിടത്തും ഒത്തിരി സൈലൻ്റായിട്ട് നിന്ന് ചില പേഷ്യൻസൊക്കെ വല്ലാണ്ടാകുമ്പം ശരിക്കും ഞാൻ അറബികളാകുമ്പോൾ നമുക്ക് ഒത്തിരി അവർ ഇത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നെക്കൊണ്ട് ഞാൻ ഒത്തിരി സൈലൻ്റായിട്ട് നിന്ന് കേട്ട് അവരുടെ പ്രശ്നങ്ങൾ ഞാൻ ശരിക്കും കേൾക്കുമായിരുന്നു. അവർക്കൊണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നോട് പ്രാർത്ഥിക്കാൻ എല്ലാവരും നമ്മൾ പ്രോമിസ് ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കാമെന്ന്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ആരൊക്കെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവർക്ക് വേണ്ടി ഞാൻ ഒരു രഹസ്യമെങ്കിലും ചെല്ലുന്നത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതുപോലെ എനിക്ക് കിട്ടുന്ന സാലറി കിട്ടുമ്പം എന്നെക്കൊണ്ട് ആ വിധത്തിലുള്ള ഞാൻ എന്നെക്കൊണ്ട് ആ രീതിയിലൊക്കെ ഞാൻ സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ കുമ്പസാരം കുവൈറ്റിലായിരുന്നാലും പോലും ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അച്ഛൻ 2 ആഴ്ച കൂടുമ്പം ഞാനും എൻ്റെ കൊളീഗ്സും എല്ലാവരും വന്ന് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ഞങ്ങൾക്ക് വ്യാഴം വെള്ളി ശനിയായിരുന്നു അവിടെ. ഞായറാഴ്ച ദിവസമാണ് ഞങ്ങളുടെ കുർബാനകൾ. ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ എല്ലാവരും തന്നെ കുർബാനയ്ക്ക് വരുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ധ്യാനം കേൾക്കാനായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഈവനിങ് ഡ്യൂട്ടി തന്നെ എടുക്കും. കാരണം മോർണിംഗ് ഇവിടുത്തെ സമയം നമുക്ക് ധ്യാനം എന്ന് പറയുമ്പം നമുക്ക് ഇവിടുത്തെ 11 o'clock ആകുമ്പം നമുക്ക് അവിടെ മോർണിംഗ് തന്നെ. അപ്പം നമുക്ക് ഈവനിങ് ഡ്യൂട്ടി എടുത്താൽ മോർണിംഗ് സുഖമായിട്ടിരുന്ന് നമുക്ക് ധ്യാനം കൂടാം. അപ്പം ഞങ്ങളെല്ലാം ചൊവ്വാഴ്ച റിക്വസ്റ്റ് ചെയ്ത് അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. ആരൊക്കെ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ആദ്യം പറയുന്നത് കൃപാസന മാതാവിൻ്റെ അടുത്ത് പൊക്കോ, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, ബാക്കി എല്ലാം മാതാവ് നോക്കിക്കോളൂ എന്നാണ്. അതുപോലെ ഞാൻ കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് വരുന്നതിന് ഒരാഴ്ച 2-3 ദിവസം മുന്നേ എനിക്ക് ഭയങ്കര വൈറ്റ് വെയിൻ എടുക്കും. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി നിൽക്കും. അന്ന് എനിക്ക് 2-3 ദിവസം കൂടെ ഉള്ളൂ ഡ്യൂട്ടിക്ക് പോകാൻ തീരാനായിട്ട്. എനിക്ക് ഭയങ്കര വൈറ്റ് വെയിനായിരുന്നു. എനിക്കറിയത്തില്ല അത് എന്ത് വേദനയായത്, എന്ത് ടെൻഷനും കൊണ്ടാണ് എനിക്കറിയത്തില്ല. ഭയങ്കര വൈറ്റ് വെയിൻ, ഭയങ്കര എന്നെ പിടിച്ച് മുറുക്കുന്ന പോലത്തെ ഒരു വേദനയായിരുന്നു. ഞാൻ മാതാവിൻ്റെ തൈലം തൂത്തു, ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ കുടിച്ചു. മാതാവ് സത്യമായിട്ട് മാതാവ് എന്നെ സുഖപ്പെടുത്തിയെന്നാണ്. എനിക്ക് ഒരു ദിവസം കൂടെ എനിക്കറിയില്ലായിരുന്നു ഒരു ദിവസം ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളെന്ന് പോലും. നെക്സ്റ്റ് ഡേ അവരെന്നെ വിളിച്ചു പറഞ്ഞു, അഞ്ചു ഇന്നൊരു ദിവസം ഒരു ഡ്യൂട്ടി ഉള്ളു, ഇന്ന് വരണമെന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് അത്ഭുത സൗഖ്യമായിരുന്നു. കാരണം എന്നോട് പലരും പറഞ്ഞു ചിലപ്പോൾ റപ്ചർ ആയതായിരിക്കും, ഭയങ്കര ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഒത്തിരി പേരും ടെൻഷൻ. പക്ഷേ എനിക്ക് വിശ്വാസമായിരുന്നു അമ്മ കൂടെയുണ്ട്, എല്ലാത്തിനും അമ്മയുണ്ടെന്ന്. അതെനിപ്പോഴും വിശ്വസിക്കുന്നു. ഇനി എന്ത് ഉടമ്പടിയിലായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അമ്മ എൻ്റെ കൂടെ ഉണ്ടാകും. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഒത്തിരിയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട്. എല്ലാം അമ്മ ഇനിയൊരു സാക്ഷി അയലൻ്റെ ലീവിന് വരുമ്പം ഇതിലും നല്ല സാക്ഷിയായിട്ട് ഞാൻ വരുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി.